2025 ഡിസംബർ 11-ന് ഡിജിറ്റൽ ലോകം ശരിക്കും ഇളകി മറിഞ്ഞു. അർദ്ധരാത്രി കടന്നുപോയപ്പോൾ ഇന്ത്യയിലുടനീളമുള്ള ലക്ഷക്കണക്കിന് നിക്ഷേപകർ റീഫ്രഷ് ബട്ടണിൽ വിരലമർത്തി ശ്വാസമടക്കിപ്പിടിച്ച് കാത്തിരിക്കുകയായിരുന്നു. ആ നിമിഷം വന്നെത്തി. കൊറോണ റെമഡീസ് IPO അലോട്ട്മെന്റ് സ്റ്റാറ്റസ് ഒടുവിൽ ലൈവായി. ഇതൊരു സാധാരണ സാമ്പത്തിക അപ്ഡേറ്റ് ആയിരുന്നില്ല, അതൊരു വലിയ ഭാഗ്യപരീക്ഷണമായിരുന്നു. വളർന്നുവരുന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ ഭീമന്റെ ഓഹരികൾ സ്വന്തമാക്കാൻ തങ്ങളുടെ സമ്പാദ്യവും പ്രതീക്ഷകളും മുഴുവൻ മുടക്കിയ എണ്ണമറ്റ ആളുകൾക്ക് അതൊരു നിർണായക നിമിഷമായിരുന്നു. കൊറോണ റെമഡീസ് IPO അലോട്ട്മെന്റ് സ്റ്റാറ്റസ് എന്നതിനായുള്ള തിരച്ചിലുകൾ കാരണം സെർവറുകൾ പലതും നിന്നുപോവുകയും ട്രെൻഡിംഗ് ചാർട്ടുകളിൽ ഇത് നിറഞ്ഞു നിൽക്കുകയും ചെയ്തു. ഇതുവരെ കാണാത്തത്രയും വലിയ ഡിമാൻഡിന്റെ തെളിവായിരുന്നു ഇത്. തങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യവാന്മാരിലുണ്ടോ, തങ്ങളുടെ നിക്ഷേപ സ്വപ്നങ്ങൾ പൂവണിയുമോ എന്നറിയാൻ ആളുകൾക്ക് തിടുക്കമായി. ആകാംക്ഷയും ആശങ്കയും ആവേശവും ഇടകലർന്ന ഒരു അന്തരീക്ഷമായിരുന്നു അപ്പോൾ. പലരുടെയും സാമ്പത്തിക ഭാവി തീരുമാനിക്കപ്പെടാൻ പോവുകയായിരുന്നു. ഈ ഡിജിറ്റൽ തിരക്ക് വെറുമൊരു സ്റ്റാറ്റസ് നോക്കൽ മാത്രമായിരുന്നില്ല, അതൊരു പന്തയത്തിന്റെ ഫലം അറിയാനുള്ള വെമ്പലായിരുന്നു. ഒരു കമ്പനിയുടെ ഭാവിയെക്കുറിച്ചുള്ള വിശ്വാസവും വലിയ ലാഭം നേടാനുള്ള സാധ്യതയും എല്ലാം അതിലുണ്ടായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ സന്തോഷമോ നിരാശയോ വരുമെന്നറിയാമായിരുന്നു. പക്ഷേ ആ നിമിഷം ഒരേയൊരു വാക്കിനായിരുന്നു പ്രാധാന്യം. ലഭിച്ചോ? ഈ സാമ്പത്തിക ആവേശത്തിൽ ആരായിരിക്കും വിജയിക്കുക? ആ ഒരു സമയത്തെ ആവേശം എത്രത്തോളമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കണക്കുകളിലേക്ക് നോക്കാം. 2025 ഡിസംബർ 8-ന് തുറന്ന് 2 ദിവസം മാത്രം കഴിഞ്ഞ് ഡിസംബർ 10-ന് അവസാനിച്ച കൊറോണ റെമഡീസ് IPO വെറുമൊരു സാധാരണ IPO ആയിരുന്നില്ല, അതൊരു തരംഗം തന്നെയായിരുന്നു. 655.37 കോടി രൂപയുടെ ഈ IPOക്ക് 137.04 ഇരട്ടി അപേക്ഷകൾ ലഭിച്ചു എന്നുള്ളത് അമ്പരപ്പിക്കുന്ന കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ലഭ്യമായ ഓരോ ഷെയറിനും ഏകദേശം 137 അപേക്ഷകൾ വീതമാണ് അന്ന് വന്നത്. ഈ ഞെട്ടിക്കുന്ന കണക്കുകൾ കാണിച്ചത് എത്ര ആവേശം കാണിച്ചാലും ഭൂരിഭാഗം സാധാരണ നിക്ഷേപകർക്കും നിരാശയായിരിക്കും ഫലമെന്നായിരുന്നു. കാര്യങ്ങൾ അവർക്ക് അത്ര എളുപ്പമായിരുന്നില്ല. അതുകൊണ്ട് ഓഹരി വിതരണം ഒരു നിക്ഷേപം എന്നതിലുപരി ഒരു ലോട്ടറി അടിച്ചതിന് തുല്യമായിട്ടാണ് പലർക്കും തോന്നിയത്. ഈ ആകർഷണം കൂട്ടാൻ അലോട്ട്മെന്റ് ദിവസം ഗ്രേ മാർക്കറ്റ് പ്രീമിയം അഥവാ GMP 27.8% വരെ എത്തിയിരുന്നു. ഔദ്യോഗികമായി ലിസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഷെയറുകൾ വ്യാപാരം ചെയ്യപ്പെടുന്ന പ്രീമിയം വിലയെ സൂചിപ്പിക്കുന്ന ഈ അനൌദ്യോഗിക സൂചകം നിക്ഷേപകർക്ക് വലിയ ആത്മവിശ്വാസവും ലിസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ലാഭം കിട്ടാനുള്ള സാധ്യതയും നൽകി. ഇതൊരു വ്യക്തമായ സന്ദേശമാണ് നൽകിയത്. കൊറോണ റെമഡീസ് എന്ന കമ്പനിക്ക് വൻ ഡിമാൻഡായിരുന്നു, എല്ലാവർക്കും ഇതിന്റെ ഒരു ഭാഗം സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഇത് മത്സരം മുൻപൊന്നുമില്ലാത്ത തലങ്ങളിലേക്ക് എത്തിക്കുകയും പിന്നീട് നടന്ന ഡിജിറ്റൽ വേട്ടയ്ക്ക് കളമൊരുക്കുകയും ചെയ്തു. ഇത്രയും കടുത്ത മത്സരമായതുകൊണ്ടുതന്നെ IPO അലോട്ട്മെന്റ് കിട്ടിയോ എന്ന് നോക്കുന്നത് ഒരു വലിയ കാര്യമായി, ഒരു ചടങ്ങ് പോലെയായി മാറിയിരുന്നു. ഈ ഡിജിറ്റൽ അന്വേഷണത്തിന്റെ പ്രധാന കേന്ദ്രം ബിഗ് ഷെയർ സർവീസസ് എന്ന ഔദ്യോഗിക രജിസ്ട്രാറായിരുന്നു. നിക്ഷേപകർ അവരുടെ ആപ്ലിക്കേഷൻ നമ്പറുകളും പാൻ വിവരങ്ങളും നൽകി നല്ലൊരു ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അവരുടെ പോർട്ടലിലേക്ക് കൂട്ടമായി എത്തി. പക്ഷേ ബിഗ് ഷെയർ മാത്രമായിരുന്നില്ല ഏക ആശ്രയം. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും BSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും NSE അലോട്ട്മെന്റ് സ്റ്റാറ്റസ് പരിശോധിക്കാൻ വഴികളൊരുക്കി. സെർവറുകൾ ഓവർലോഡ് ആയതുകൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും അല്ലെങ്കിൽ ഒന്നിലധികം ഉറവിടങ്ങളിൽ നിന്ന് വിവരങ്ങൾ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതൊരു ബദൽ മാർഗമായിരുന്നു. ഇത് ചില പ്രത്യേക സെർച്ച് ചോദ്യങ്ങളിൽ വലിയ വർധനവിന് കാരണമായി. കൊറോണ റെമഡീസ് IPO അലോട്ട്മെന്റ് സ്റ്റേറ്റസ്, ബിഗ് ഷെയർ IPO അലോട്ട്മെന്റ് സ്റ്റേറ്റസ്, BSE IPO അലോട്ട്മെന്റ് സ്റ്റേറ്റസ് ചെക്ക്, കൂടാതെ കൊറോണ IPO അലോട്ട്മെന്റ് സ്റ്റേറ്റസ് എന്നതുപോലെയുള്ള ചുരുക്കിയ ചോദ്യങ്ങളും. ഓരോ ക്ലിക്കിനും റീഫ്രഷിനും സാമ്പത്തിക പ്രതീക്ഷയുടെ ഭാരമുണ്ടായിരുന്ന ഒരു ഡിജിറ്റൽ നിധിവേട്ടയായിരുന്നു അത്. ചില സമയങ്ങളിൽ വലിയ തിരക്ക് കാരണം ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നെങ്കിലും അവയുടെ കാര്യക്ഷമത ഇന്ത്യയുടെ പ്രൈമറി മാർക്കറ്റ് എത്രത്തോളം ആധുനികവൽക്കരിക്കപ്പെട്ടു എന്ന് കാണിച്ചുതരുന്നു. അതുവഴി ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് ഈ IPO നിക്ഷേപം എന്ന വലിയ പന്തയം മത്സരം നിറഞ്ഞതാണെങ്കിൽ പോലും കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാൻ കഴിഞ്ഞു. അലോട്ട്മെന്റ് കഴിഞ്ഞ് അടുത്ത ദിവസം, അതായത് 2025 ഡിസംബർ 12, വലിയ സാമ്പത്തിക ചലനങ്ങൾക്കുമൊപ്പം പലരുടെയും മനസ്സിൽ പല വികാരങ്ങൾക്കും ഇടം നൽകി. ഷെയറുകൾ കിട്ടാതെ പോയ ഭൂരിഭാഗം അപേക്ഷകർക്കും അവരുടെ പണം തിരികെ ലഭിച്ച ദിവസമായിരുന്നു ഇത്. പണം തിരികെ നൽകാനുള്ള നടപടികൾ തുടങ്ങി. അങ്ങനെ പലരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം തിരിച്ചെത്തി. പലപ്പോഴും ഇത് ഒരു നിരാശയുടെ നെടുവീർപ്പിനൊപ്പമായിരുന്നു. പലർക്കും നിരാശയുണ്ടായെങ്കിലും പണം വേഗത്തിൽ തിരിച്ചെത്തിയത് വിപണിയിലെ പണത്തിന്റെ ഒഴുക്ക് നിലനിർത്താൻ സഹായിച്ചു. അതുവഴി നിക്ഷേപകർക്ക് അവരുടെ പണം മറ്റ് അവസരങ്ങളിലേക്ക് മാറ്റാനും കഴിഞ്ഞു. എന്നാൽ ഭാഗ്യമുള്ള ചുരുക്കം ചിലർക്ക് ആ ദിവസം ഒരു നിശബ്ദ വിജയത്തിന്റേതായിരുന്നു. ഓഹരികൾ അവരുടെ ഡിമാൻഡ് അക്കൗണ്ടുകളിൽ നേരിട്ടെത്തി. ഇത് അവരുടെ ഡിജിറ്റൽ അപേക്ഷകളെ യഥാർത്ഥ ആസ്തികളാക്കി മാറ്റി. ഈ ക്രെഡിറ്റ് ചെയ്യുന്ന പ്രക്രിയ ഒരു നിർണായക ഘട്ടമായിരുന്നു. ഇത് അവരുടെ ഉടമസ്ഥാവകാശം ഉറപ്പിക്കുകയും നിക്ഷേപയാത്രയിലെ അടുത്ത ഘട്ടത്തിലേക്ക് അവരെ ഒരുക്കുകയും ചെയ്തു. ഈ രണ്ട് കൂട്ടരും തമ്മിലുള്ള അന്തരം പ്രകടമായിരുന്നു. ഒരു കൂട്ടർ മുന്നോട്ടു പോകുമ്പോൾ മറ്റേ കൂട്ടർ ആവേശകരമായ ഒരു അരങ്ങേറ്റത്തിന് ഒരുങ്ങുകയായിരുന്നു. റീഫണ്ടുകളും ഓഹരികൾ ക്രെഡിറ്റ് ചെയ്യുന്നതും ഇങ്ങനെ തടസ്സങ്ങളില്ലാതെ ഡിജിറ്റലായി നടന്നത് ഇന്ത്യയുടെ വളർന്നുവരുന്ന പ്രൈമറി മാർക്കറ്റിനെ പിന്തുണയ്ക്കുന്ന ശക്തമായ സാങ്കേതിക സംവിധാനങ്ങളെയാണ് കാണിക്കുന്നത്. എത്ര വലിയ ഡിമാൻഡ് ഉണ്ടായാലും സാമ്പത്തികപരമായ കാര്യങ്ങൾ കൃത്യതയോടെ നടക്കുന്നുവെന്ന് ഇത് ഉറപ്പുവരുത്തി. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് 2025 ഡിസംബർ 15 ലേക്കാണ്, കൊറോണ റെമഡീസിന്റെ BSEയിലും NSEയിലുമുള്ള ആ ആകാംക്ഷയേറിയ ലിസ്റ്റിംഗ് ദിവസത്തിലേക്ക്. 137.04 മടങ്ങ് ഓവർ സബ്സ്ക്രിപ്ഷനും ഏകദേശം 28% ഗ്രേ മാർക്കറ്റ് പ്രീമിയവും ഉള്ളതുകൊണ്ട് ഒരു ഗംഭീര ലിസ്റ്റിംഗിനായുള്ള പ്രതീക്ഷകൾ വാനോളമാണ്. അലോട്ട്മെന്റ് ലഭിച്ച നിക്ഷേപകർക്ക് ഇപ്പോൾ നല്ല ലിസ്റ്റിംഗ് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിഞ്ഞേക്കും. ഇത് കമ്പനിയുടെ ആകർഷണീയതയും ശക്തമായ ഡിമാൻഡും എത്രത്തോളമുണ്ടെന്ന് കാണിക്കുന്നു. എന്നാൽ ലിസ്റ്റിംഗ് ദിവസത്തിന് അതിന്റേതായ ചാഞ്ചാട്ടങ്ങളും ഉണ്ടാകും. ഓപ്പണിംഗ് ബെൽ മുഴങ്ങുന്നതോടെ വ്യാപാരം ആരംഭിക്കും. അപ്പോൾ വിപണിയാണ് കൊറോണ റെമഡീസ് ഷെയറുകളുടെ യഥാർത്ഥ മൂല്യം എത്രയാണെന്ന് തീരുമാനിക്കുക. ആദ്യകാല നിക്ഷേപകർക്ക് വലിയ ലാഭം നൽകി ഓഹരി വില കുതിച്ചുയരുമോ, അതോ അപ്രതീക്ഷിത തിരിച്ചടികൾ നേരിടേണ്ടി വരുമോ?
ഈ IPO കൊറോണ റെമഡീസിന്റെ മാത്രം വിജയമല്ല, ഇത് ബിഗ് ഷെയർ സർവീസസിനും വലിയൊരു നേട്ടമാണ്. ഒരു പ്രധാന രജിസ്ട്രാറെന്ന നിലയിൽ ഈ തരംഗത്തിൽ അവരുടെ പ്രാധാന്യം ഒരുപാട് വർദ്ധിച്ചു. പൊതുവിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രൈമറി മാർക്കറ്റിന്റെ ഒരു ഊർജ്ജസ്വലതയാണ് ഇത് കാണിക്കുന്നത്. ഫാർമസ്യൂട്ടിക്കൽസ് പോലുള്ള മേഖലകളിൽ അവസരങ്ങൾ തേടി റീറ്റെയിൽ നിക്ഷേപകർ കൂടുതൽ സജീവമാകുന്നതും ഇവിടെ കാണാം. കൊറോണ റെമഡീസ് IPO ഇപ്പോൾ ഒരു ബെഞ്ച്മാർക്കായി മാറിയിരിക്കുകയാണ്. കടുത്ത ഡിമാൻഡും ഡിജിറ്റൽ കാര്യക്ഷമതയും ഓഹരി വിപണിയുടെ ആകർഷകമായ സാധ്യതകളും എല്ലാം ചേർന്നൊരു കഥയാണിത്. ഇനി അടുത്തത് എന്ത് സംഭവിക്കുമെന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മളെല്ലാം.